Ladies and gentlemen, welcome to Shamsi for ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗായ്സ്, അതിന്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. അപ്പൊ ഞാൻ വീഡിയോ അധികം പറഞ്ഞിട്ട് ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പൊ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു അപ്ഡേറ്റിൽ പറയുന്നതാണ്. അപ്പോൾ വീണ്ടും പറയുകയാണ്, വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റും ഷെയറും ചെയ്യുക. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ടെക് ന്യൂസിലേക്ക് എടുക്കാം. ആദ്യത്തെ ടെക് ന്യൂസ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മോട്ടറോളയുടെ സൈഡിൽ നിന്നാണ്. മോട്ടറോള ഈ ഒരു മാസം ഒരു ബേസിക് റേഞ്ചിലുള്ള ഒരു അഫോർഡബിൾ സ്മാർട്ട് ഫോൺ റിലീസ് ചെയ്യാൻ പോവുകയാണ്. മോട്ടറോളയുടെ G67 പവർ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. പ്രൈസ് റേഞ്ച് ആണെങ്കിലും വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ച് കൂടെയാണ്. ഇതൊരു 16,000 രൂപക്കാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സ്നാപ്ഡ്രാഗന്റെ 7S Gen 2 ചിപ്സെറ്റ്, പിന്നെ 120 Hz റിഫ്രഷിംഗ് റേറ്റ്, LCD സ്ക്രീനാണ്. പിന്നെ അതും പോരാണ്ട് ഇത് ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. പിന്നെ ഗോറില്ല ഗ്ലാസ് 7i ഡിസ്പ്ലേയും. ഏറ്റവും വലിയൊരു ഹൈലൈറ്റും കൂടെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് ആണ്. അതും 7000 mAh കാർബൺ സിലിക്കൺ ടെക്നോളജി ബാറ്ററി ഒക്കെ വെച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇതൊരു ബേസിക്കലി ഈ മോട്ടറോളയുടെ G67 പവർ എന്ന് പറയുന്ന ഈ ഒരു ഫോണ് ഇതൊരു പ്യുവർ ആൻഡ്രോയിഡ് ഫോണാണ്. 1 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതും പോരാണ്ട് 33 വാട്ട്സിന്റെ ചാർജിങ് സ്പീഡും അഡാപ്റ്ററും ഒക്കെ ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 16,000 ബഡ്ജറ്റ്, 20,000 ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ സ്മാർട്ട് ഫോൺ മേടിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറയുന്നതാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ മേടിക്കാം എന്നുള്ളത്. കാരണം അത്രക്കും അഫോർഡബിൾ പ്രൈസിനാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ മോട്ടറോള ലോഞ്ച് ചെയ്യുന്നത്. പോയിട്ട് റെൻഡേഴ്സൊക്കെ കാണാൻ ഇഷ്ടപ്പെടാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, അവർക്കൊരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യുന്നതാണ്. സാംസങ്ങിന്റെ ഗാലക്സി S26 സീരീസിന്റെ ലൈവ് ഈവന്റ് ഞാൻ നേരത്തെ ഒരു അപ്ഡേറ്റിൽ പറഞ്ഞിരുന്നു, നേരത്തെ ഒരു ടെക് ന്യൂസിൽ പറഞ്ഞിരുന്നു. മാർച്ചിലാണ് ലൈവ് ഈവന്റ് ചെയ്യാൻ പോകുന്നത്. മാറ്റിയിട്ടുണ്ട്, ഡേറ്റ് മാറ്റിയിരിക്കുകയാണ്. ഫെബ്രുവരി 26 ലൈവ് ഈവന്റ് നടക്കാൻ പോകുന്നത്. അതിൽ നമ്മുടെ ഗാലക്സി S26 അൾട്ര, S26 പ്ലസ്, S26 മോഡൽസ് ആണ് വരാൻ പോകുന്നത്. പ്രോസസ്സർ എന്തായാലും ഗാലക്സി S26 അൾട്രയിൽ വരാൻ പോകുന്ന ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗന്റെ 80 Lite Gen 5 ചിപ്സെറ്റ് ആയിരിക്കും ഇറങ്ങുന്നത്. പിന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ ഇറക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ X26 പ്ലസിലും അതേപോലെ S26ലും വരുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് അത് സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റ് വെച്ചിട്ട് ഇറക്കാനാണ് സാധ്യത. ചില റൂമറുകൾ അവിടെ ഇവിടെ ഒക്കെ ഓടി നടക്കുന്നുണ്ട്. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിനോസിൻ്റെ ചിപ്സെറ്റ് ഇറക്കും എന്നാണ്. എനിക്ക് യാതൊരു രീതിയിലും താല്പര്യമില്ലാത്തൊരു ചിപ്സെറ്റാണ്. റൂമറുകൾ ഇല്ലാണ്ടിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു അപേക്ഷ എനിക്ക് സാംസങ്ങിനോട് പറയാൻ. അതിന് പകരം ഇത് 3 സീരീസുകളിലും സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റ് ആണെങ്കിൽ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ചിപ്സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ല രീതികളിലും അതിൻ്റെ സെൽ ഔട്ട് നടക്കട്ടെ എന്നാണ് എനിക്ക് പ്രതീക്ഷ. ബാറ്ററികളിൽ ഇച്ചിരി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. S26 അൾട്ര കിട്ടാം. പിന്നെ M14 ഡിസ്പ്ലേയും കൂടെ വരുന്നുണ്ടെങ്കിൽ അതും OLED ഡിസ്പ്ലേ ആണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല, വേറെ ലെവലിലേക്ക് സാംസങ് പോകും. പക്ഷേ തീരുമാനം എന്താണെന്നുള്ളത് ഫെബ്രുവരി 26 ലൈവ് ഈവൻറ്റിൽ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും, എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതിലുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് 26 ഫെബ് വെയിറ്റ് ചെയ്യാം നമുക്ക്. റിയൽമിയുടെ GT8 Pro എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഓൾറെഡി ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇത് റീക്കോ എന്ന് പറയുന്ന ഒരു വലിയ ക്യാമറ മാനുഫാക്ചറിങ് കമ്പനി, അവർ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു കമ്പനിയാണ്. കോമ്പാക്ട് സൈസിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ആ കമ്പനി ഇപ്പോൾ റിയൽമി GT8 പ്രോനായിട്ട് ഒരു വലിയൊരു ലൈനപ്പ് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ. അതുമാത്രമല്ല ഇത് ഇൻ്റർചേഞ്ചബിൾ പാനൽ കൂടെ, ബാക്ക് പാനൽ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ പാനൽസൊക്കെ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറും കൂടിയാണ്. ഈ റിയൽമി GT8 Pro ആസ്റ്റോൺ മാർട്ടിൻ എഡിഷനും ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയാനുള്ളത് ഇതിൻ്റെ കളറാണ്. അതും ഗ്രീൻ കളർ. കഴിഞ്ഞ വർഷം റിയൽമി GT7 അവർ ഡിമെൻസിറ്റിയുടെ ചിപ്സെറ്റൊക്കെ വെച്ചിട്ട് ആസ്റ്റോൺ മാർട്ടിൻ എഡിഷൻ ഇറക്കി. ഇപ്രാവശ്യം
വീണ്ടും GT8 പ്രോനും ആസ്റ്റൺ മാർട്ടിൻ എഡിഷനാണ് വരാൻ പോകുന്നത്. പിന്നെ 120 വാട്ട്സിൻ്റെ ചാർജിങ് ഒക്കെ ബോക്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല ഇത് 2 TPU കേസസും കൂടെ വരാൻ പോകുന്നുണ്ട്. അതും ലിമിറ്റഡ് എഡിഷൻ കേസുകളായിരിക്കും. ഒന്ന് ലിമിറ്റഡ് എഡിഷനും ഒന്നും ലിമിറ്റഡ് എഡിഷൻ അല്ലാത്ത കേസുമാണ് വരാൻ പോകുന്നത്. പിന്നെ സിം കാർഡ് ട്രേ വരുന്നതും ലിമിറ്റഡ് എഡിഷൻ ആണ് വരുന്നത്. ആസ്റ്റൺ മാർട്ടിനായിട്ടാണ് ഇത് ടൈപ്പ് നടത്തിയിട്ടുള്ളത്. പിന്നെ ബൈപ്പാസ് ചാർജിങ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഇത് 144 ഹേർട്സിൻ്റെ റിഫ്രഷിങ് റേറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ റിയൽമിയുടെ യൂസർ ഇൻ്റർഫേസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്, പോയിട്ട് കാണാം. സ്പെക്കും കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ഇത് സ്നാപ്ഡ്രാഗൻ്റെ 80 Lite Gen 5 ചിപ്സെറ്റും കൂടെയാണ് എന്നുള്ളതും കൂടെ ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊരു ജനറലി ഒരു ടോട്ടലി ഒരു പാക്കേജ് ഫോണും കൂടെയാണ്. പിന്നെ പറയാൻ വിട്ട ഒരു കാര്യം കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബൈപ്പാസ് ചാർജിങ് അടക്കം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടെ അറിയിക്കേണ്ടതാണ് നിങ്ങളെ മുന്നിൽ. ഓക്കെ ഗൈസ്, ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ വീണ്ടും പറയണം, ഒന്ന് പോയിട്ട് ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പോയിട്ട്. ഓക്കെ ഗൈസ്, പോക്കോൻ്റെ F8 Pro എന്ന് പറയുന്ന മോഡൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൻ്റെ ചിപ്സെറ്റാണ്. അതും സ്നാപ്ഡ്രാഗൻ്റെ 80 Lite Gen 5 ചിപ്സെറ്റൊക്കെ വെച്ചിട്ടാണ് ഇറക്കാൻ പോകുന്നത്. പ്രൈസ് ഇച്ചിരി കുറച്ചിട്ട് സ്പെക്ക് കൂടുതൽ ഇറക്കുന്ന ഒരു സീരീസ് ആണ് പോക്കോ സീരീസ്. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇത് റെഡ്മിയുടെ ഒരു സബ് ബ്രാൻഡ് സീരീസും കൂടെയാണ്. അപ്പോൾ ഇതൊരു അത്യാവശ്യം എന്താ പറയുക, പ്രൈസ് ഇട്ടിട്ട് നല്ലൊരു സ്പെക്ക് കൊടുക്കുന്ന ഒരു ചിപ്സെറ്റും കൂടെയാണ് പോക്കോ ഇപ്പോൾ നിലവിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാർക്കറ്റിൽ. അത് മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ റെഡ്മിയുടെ പുതിയ സീരീസ് ഉണ്ട്, റെഡ്മിയുടെ K90 Ultra. ആ ഫോണിൽ ബോസിൻ്റെ സ്പീക്കറൊക്കെ വെച്ചിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതേ സെയിം സംഭവം തന്നെ ഇപ്പോൾ പോക്കോയുടെ F8 Proയിലും വരാൻ പോകുന്നുണ്ട്. ബോസിൻ്റെ സ്പീക്കർ വെച്ചിട്ടാണ് ഇറക്കാൻ പോകുന്നത്. ചിപ്സെറ്റൊക്കെ സെയിം, യൂസർ ഇൻ്റർഫേസ് കാര്യങ്ങളെല്ലാം സെയിം ആണ്. പക്ഷേ പ്രൈസ് ഇച്ചിരി കുറച്ചിട്ടാണ് ഇറക്കാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു മോഡൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇവർ ലോഞ്ച് ചെയ്യും എന്നാണ് പറയണത്. പക്ഷേ നമ്മുടെ മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിൽ ഈ ഒരു ഫോണ് വരുന്നതല്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇത് മേടിക്കാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ഈ അപ്ഡേറ്റുമായിട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതും ആപ്പിൾ വാച്ചും വാട്സാപ്പും തമ്മിൽ ഒരു വലിയൊരു ടൈപ്പ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മുടെ ആപ്പിൾ വാച്ചിൽ ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് വാട്സാപ്പ് നമുക്ക് ആപ്പിൾ വാച്ചിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ ചെയ്യുന്നത് വാട്സാപ്പിൽ, അതൊക്കെ നമുക്കതിൽ ചെയ്യാൻ പറ്റും. ആപ്പിൾ വാച്ചിലും ചെയ്യാൻ പറ്റും. നമുക്ക് മെസ്സേജസ് റിപ്ലൈ ചെയ്യാം, മെസ്സേജസ് ടൈപ്പ് ചെയ്യാം. പിന്നെ അതേപോലെ നമുക്ക് ഗാലറികൾ, നമുക്ക് ഫോട്ടോകൾ ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാം. പിന്നെ മെസ്സേജസ് ഒക്കെ റിപ്ലൈ ചെയ്യാം, വീഡിയോ കോളിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ എന്താ പറയുക, ഈ സിമ്മുള്ള വാച്ചാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി മുഖേനയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റും കൂടെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഇനി നിങ്ങളുടെ ആപ്പിൾ വാച്ചുകളിൽ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് 2 മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിലും അത് സ്വിച്ച് ചെയ്തിട്ടും നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. ഈ സിമ്മുള്ള ആൾക്കാരുണ്ടെങ്കിലും അതും ചെയ്യാനും പറ്റും. നമ്മളെ വാട്സാപ്പിൽ നമുക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, സ്വിച്ച് ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങൾ ഇനി ആപ്പിൾ വാച്ചിലും നമുക്ക് ചെയ്യാൻ പറ്റും. വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം, എന്നിട്ട് നമുക്ക് മൾട്ടിപ്പിൾ സ്വിച്ച് ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ വീണ്ടും പറയണ ഒന്നുകൂടെ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, GTA 6 ഉണ്ടല്ലോ, വീണ്ടും അവർ ഭയങ്കര ഡിലേ ആക്കിക്കാണ്. 2026 നവംബർ 19 GTA 6 ഇറക്കാൻ പോകുന്നത്. ഈ വർഷം മേലിറങ്ങേണ്ട സാധനം യവന്മാർ കൊണ്ടുപോയിട്ട് 2026 നവംബർ 19 ലോഞ്ച് ചെയ്യാൻ പോവാൻ. GTA 6 വീണ്ടും ഡിലേ അയക്കാണ്. കാര്യം എനിക്കെന്തോ ഒരു മതിപ്പ് എനിക്ക് GTA ആ കമ്പനീനോട്, റോക്ക് സ്റ്റാർ കമ്പനീനോട് എനിക്കൊരു ഫീലിംഗ് ഇല്ലാണ്ടായി. ആ ഒരു മതിപ്പ് യവന്മാർ കൊണ്ടുപോയിട്ട് ഇപ്രാവശ്യം കൊണ്ടുപോയിട്ട് മതിപ്പ് കൊണ്ടേ കളഞ്ഞിരിക്കുകയാണ്. എന്താണെന്ന് എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. ആ ഒരു എന്തുകൊണ്ട് ഇത്ര ഡിലേ ആക്കിയെന്നുള്ളത്. സത്യത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, എൻ്റെ ഒരു നിഗമനം കൂടെയാണ് നിങ്ങളടുത്ത് പറയാനുള്ളത്. ചിലപ്പോൾ യവന്മാർ എന്തെങ്കിലും പുതിയത് ഇതിൻ്റെ ഉള്ളിലേക്ക്
കയറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും ഇത് ഇത്രയും ഡിലേ ആക്കുന്നത്. എന്തെങ്കിലും ഒരു അമുട്ടോ ഗുണ്ടോ അല്ലെങ്കിൽ അതിലേറെ വലിയ പടക്കങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ GTA 6 ഉള്ളിലേക്ക് ഇവർ കൊണ്ടുവരും എന്നാണുള്ളത്. എന്തെങ്കിലും റിയലിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ ഇവർ എന്തെങ്കിലും കൊണ്ടുവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നവംബർ 19 2026 ഞാൻ വെയിറ്റ് ചെയ്യാണ് യവൻ എന്ന് ഇറങ്ങുമെന്നുള്ളത്. അന്ന് ഇറങ്ങി കിട്ടിയാൽ മതി. അന്ന് വല്ല PS5 എങ്ങനെയെങ്കിലും പൈസ സ്വരൂപിച്ചിട്ട് ഒരു PS5 മേടിച്ചിട്ട് ഇവനെ മേടിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ലാസ്റ്റ് കളിച്ച ഒരു കളി എന്ന് പറഞ്ഞത് സാൻ ആൻഡ്രിയാസ്. അതിനുശേഷം ഞാൻ പിന്നെ GTA അങ്ങോട്ടേക്ക് കടന്നിട്ടില്ല. GTA 5 കളിച്ച ആൾക്കാരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം. ലാസ്റ്റ് കളിച്ച ഗെയിം ഞാൻ സാൻ ആൻഡ്രിയാസ് ആണ്. പൈസ കൊടുത്തിട്ടൊക്കെ മേടിച്ചിട്ടാണ് കളിച്ചത്. അപ്പം GTA 5 പറയാനില്ല, വേറെ ലെവലാണ്. അതുക്കും മേലുള്ള ഒരു സാധനം കൂടിയാണ് GTA 5. പക്ഷേ GTA 6 GTA 5-നെക്കാട്ടും അതുക്കും മേലെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. പക്ഷെ ഡിലേ ആക്കിയതിലൊരു സങ്കടമുണ്ട് എനിക്ക്. ഒരു GTA ഫാൻ എന്നുള്ള രീതികളിൽ ഇതിക്കൊരു സങ്കടമുണ്ട്. ഇത് KGF 2 ഇറങ്ങിയ പോലത്തെ ഒരു ഹൈപ്പർ ബോംബോ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ ആകുമോ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ന്യൂക്ലിയർ ബോംബിനെ കാട്ടം മേലക്കുള്ള ലെവലിലായിരിക്കണം ഈ ഒരു ഗെയിം നവംബർ 19 യവന്മാർ ലോഞ്ച് ചെയ്യേണ്ടത്. അതവരുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആ കാരണത്താലായിരിക്കും ഇത് ഇറക്കാൻ സാധ്യത നവംബർ 19. അതാണ് എൻ്റെ ഒരു നിഗമനം ഞാൻ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്തത്. എന്തെങ്കിലുമൊക്കെ ഒരു അമിട്ട് ബോംബായിട്ട് ഇവരെ ഇറക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നുണ്ട് ഗൂഗിൾ മാപ്പിൻ്റെ പുതിയ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെമിനിനായിട്ടും കൂടെ ഒരു ടൈപ്പ് വെച്ചിട്ട് ഒരു വലിയൊരു അഡാർ ഫീച്ചറാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഇനി നമുക്ക് ഗൂഗിൾ മാപ്പിൽ നമുക്ക് എന്താ പറയണ്ടത്, ഗൂഗിൾ മാപ്പിൽ ഇനി നമുക്ക് കമാൻഡിങ് കൊടുക്കാൻ പറ്റും. കമാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ എവിടെയാണ് എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ദുബായിൽ എവിടെയാണ് ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് എന്നുണ്ടെങ്കിൽ ജെമിനി ഓട്ടോമാറ്റിക്കലി നമുക്ക് സജഷൻ തരും. ഇന്ന റെസ്റ്റോറൻറ്റിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്, ഇതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് ഇൻ ദ വേൾഡ്, 5 സ്റ്റാർ റെസ്റ്റോറൻറ്റ്. ഇനി എവിടെയൊക്കെ കാറുകൾ പാർക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, ആ ഒരു ഏരിയയിൽ എവിടെയൊക്കെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന ടൈമിൽ നമുക്ക് കാർ പാർക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ജെമിനി ഗൂഗിൾ മാപ്പിനോട് പറയും. എന്നിട്ട് നമുക്ക് സജഷൻ തരും. എന്നിട്ട് നമ്മൾ പറയണം നമുക്ക് അവിടെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെമിനി ഓട്ടോമാറ്റിക്കലി ഗൂഗിളിനോട് പറയും, ഓക്കെ ഈ ഷംസീർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ നിലവിൽ ഇവിടെ പോവുകയാണ്, ഇന്ന റെസ്റ്റോറൻറ്റിൽ എനിക്ക് ഡയറക്ഷന് സെറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്ത് തരും. പിന്നെ അത് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ തന്നെ നിങ്ങൾക്ക് റിമൈൻഡറും കൂടെ കൊടുക്കാൻ പറ്റും. ഓക്കെ എനിക്ക് ഇന്നൊരു ദിവസം ഒരു സ്ഥലത്ത് പോകണം, എനിക്ക് ജബൽ ജയ്സിൽ പോകണം, ഇങ്ങനെ അവിടെ ഒരു ലൈവ് ഈവൻ്റ് ഉണ്ട്, പ്ലീസ് എനിക്കൊരു റിമൈൻഡർ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ റിമൈൻഡർ നമുക്ക് സെറ്റ് ചെയ്ത് തരികയും ചെയ്യും. അത് പോരാണ്ട് തന്നെ നമുക്കതൊരു റിമൈൻഡർ തരും. അന്നത്തെ ദിവസം ഷംസീറെ അനക്ക് ഇവിടെ പോകണം, എവിടെ ജബൽ ജയ്സിൽ പോകണം, അവിടെ ഒരു ലൈവ് ഈവൻ്റ് ഉണ്ട്, ഇന്ന സമയം പ്ലീസ് ഗോ ഹെഡ് എന്ന് പറയും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ പറഞ്ഞ കാര്യം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഒരു അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇനി വീണ്ടും നിങ്ങളടുത്ത് വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാലങ്ങൾ AI ഭരിക്കാൻ തുടങ്ങും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ജെമിനി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ അടുത്തൊരു വീഡിയോയിൽ കണ്ടിരുന്നു, ഒരു ചെറിയൊരു പോയിന്റ് പറയാനുള്ള കേട്ടോ, അത് പറയാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരാൾ പബ്ജി കളിക്കണ സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പബ്ജി നേരെ ഇട്ടിട്ട് ജെമിനിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ജെമിനിനോട് ഇപ്പോൾ ചോദിച്ചു ഇതിലേറ്റവും നല്ല തോക്ക് ഏതാണെന്ന്. പബ്ജിയിൽ ജെമിനി എടുത്ത് വയ്ക്ക് പറഞ്ഞു ഇന്ന തോക്ക് ഇത്ര പെർഫോമൻസ് കൊടുക്കുന്ന ഒരു തോക്ക്, അതെടുത്ത് വിടിയേക്കാം, കാര്യം കഴിയാം. ആ ലെവലിലേക്ക് ഇപ്പോൾ ജെമിനി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതേപോലെ തന്നെയാണ് ഇനി ഗൂഗിൾ മാപ്പ് ജെമിനിനായിട്ട് കൂടെ ടൈപ്പ് ആയി കഴിഞ്ഞാൽ രണ്ടും ഗൂഗിളുടെ അണ്ടറിൽ വരുന്നൊരു സംഭവങ്ങളാണ്. പക്ഷേ ഗൂഗിൾ മാപ്പ് കുറച്ചും കൂടെ ഈസി ആക്കാൻ പോണ്, ജെമിനിയുടെ കൺട്രോളിൽ കുറച്ചുകൂടി ഈസി ആക്കാൻ പോണ കാര്യങ്ങൾ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ലാസ്റ്റത്തെ ടെക് ന്യൂസിലേക്ക് കടന്നാലോ. ലാസ്റ്റത്തെ ടെക് ന്യൂസ് പറയാൻ പോകുന്നത് DJI ഒരു പുതിയ ഒരു ഡ്രോണ് ഈ മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. DJI Mini
ടു എന്ന് പറഞ്ഞ ഡ്രോണാണ് ഇറക്കാൻ പോകുന്നത്. ലോഞ്ചും ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലൊക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷറഫ് ഡിജിയിലും ജംബോയിലും മിമാക്സിലൊക്കെ ആ സാധനം വരാൻ പോകുന്നുണ്ട്. വിലയുടെ കാര്യമൊന്നും ഒഫീഷ്യലായിട്ട് റിവീൽ ചെയ്യണില്ല. ചിലപ്പോൾ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 2500 to 3000 ദിറംസ് വരെ വരാൻ സാധ്യത ഉള്ള ഒരു മുതലാണിത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൽ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് LiDAR ഒമ്നി ബൈ ഡയറക്ഷണൽ സെൻസർ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. എത്ര ഒബ്സ്റ്റിക്കൽ സെൻസർ ആണെങ്കിലും ആള് റീഡ് ചെയ്തിട്ട് വീഡിയോ എടുക്കും. മാലക്ക് സെൻസർ ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ടെസ്ല കാറ് പോലെ തന്നെ നമ്മളുടെ അതൊരു ബൈ ഡയറക്ഷനല്ല, അതിലൊരു സെൻസർ ഉണ്ട്. അതിനാണ് LiDAR സെൻസർ എന്ന് പറയുന്നത്. അതിനനുസരിച്ചിട്ടായിരിക്കും ഡ്രോണ് പ്രവർത്തിക്കുക. നമ്മുടെ ഈ വാക്യൂം ക്ലീനർ, റോബോട്ടിക് വാക്യൂം ക്ലീനറും LiDAR സെൻസറൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതേ സെയിം ടെക്നോളജി തന്നെയാണ് ഡ്രോണിലും വരാൻ പോകുന്നത്. മുന്നത്തെ DJI മിനിയിൽ LiDAR സെൻസർ ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം അത് LiDAR സെൻസറും കൂടെ കൊണ്ടുവരാൻ പോവുകയാണ്. ഒരു വേറെ ലെവല് മുതൽ സാധനം തന്നെയാണ്. എടുക്കാൻ താല്പര്യമുണ്ട് പക്ക. ഇത് കണ്ടതിന് ശേഷം എനിക്ക് എടുക്കാൻ പൂതി വരുന്ന ഒരു ഡ്രോണും കൂടിയാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്കിത് 4K 100 ഷൂട്ട് ചെയ്യാം. പിന്നെ വൈഡ് ആംഗിളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. നമുക്ക് വൈഡ് ആംഗിൾ ഫോട്ടോസ് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. പോർട്രേറ്റും ഷൂട്ട് ചെയ്യാം, ലാൻഡ്സ്കേപ്പും ഷൂട്ട് ചെയ്യാം. അതിനൊക്കെ ഓപ്ഷൻസ് നമുക്കിതിലുണ്ട്. പിന്നെ പോരാത്തതിന് ഇതിന് നമുക്ക് റിമോട്ട് കൺട്രോളർ വെച്ചിട്ടും ഷൂട്ട് ചെയ്യാം. പിന്നെ അവരുടെ ഗോഗിൾസ് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ നമുക്ക് DJI അവതാര റിമോട്ട് വരെ നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യും. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ചെറിയ ഡ്രോണിൽ വലിയ ധമാക്ക എന്നുള്ള രീതികളിൽ യവന്മാരിത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മുന്നത്തേലും ഉണ്ടാക്കിയിട്ടുണ്ട്, അവതാർ 2ലും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അവതാർ 2ല് ഈ LiDARഉം ഒമ്നി ബൈ ഡയറക്ഷണലും സാധനങ്ങളും ഒന്നുമില്ല. പിന്നെ ഒരു പ്രത്യേകതയും കൂടെ, ഇതിൽ ഹാൻഡ് ഗസ്റ്റേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഹാൻഡ് ഗസ്റ്റേഴ്സ് മാത്രം വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ മാത്രമല്ല, നമുക്കിതിന് ഇനി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൈ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ആൾ മേലേക്ക് പറക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഹോം ബട്ടൺ ചെയ്തിട്ട് അതിലൊരു സെറ്റിംഗ് ഉണ്ട് ഈ ഗസ്റ്റേഴ്സിൻ്റെ. ഇനി ലാൻഡിങ് ചെയ്യണമെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അത് അവിടെ വന്നിട്ട് നേരെ ഡ്രോൺ ഇങ്ങനെ വന്നിട്ട് നമ്മളെ കയ്യിലേക്ക് നേരെ ലാൻഡ് ചെയ്ത് വരും. ആ ഗസ്റ്റർ അടക്കം വരെ ഈ ഒരു DJI Mini 2ല് വരാൻ പോവുകയാണ്. ഇനി നിങ്ങൾ മലപ്രദേശത്തിൻ്റെ ഒക്കെ മേലെ കയറിയിട്ട് നിങ്ങൾ ക്ലൈംബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹൈക്കിംഗ് ഒക്കെ ചെയ്തിട്ട് വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ ഡ്രോൺ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ആ സെറ്റിംഗ് ഓണാക്കി വെക്കുക, കൈ ഇങ്ങനെ വെച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആളിനെ പറക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹാൻഡ് കൺട്രോളിങ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, DJI മിനിയുടെ അതേ സെയിം സിസ്റ്റം തന്നെ ഇപ്രാവശ്യം അവർ ഇതിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് RCയിൽ കൺട്രോൾ ചെയ്യാം. വീണ്ടും പറയണം, RCയിലും കൺട്രോൾ ചെയ്യാം. അവതാർ 2ൻ്റെ റിമോട്ട് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം. ഇനി നമുക്ക് മൊബൈലിൽ അടക്കം വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതൊരു ടോട്ടലി ഒരു ധമാക്ക ഐറ്റമാണ് ഈ സാധനം ലോഞ്ച് ചെയ്യാൻ പോണത്. DJI Mini 2 മേടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നമ്മളെ ഇന്ത്യൻ മേഖലയിൽ എത്ര റേഞ്ച് ഇത് പറക്കും എന്നുള്ള ഒരു കാര്യത്തിലൊന്നും ഒരു ഒഫീഷ്യലായിട്ട് ഒരു തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഇതൊരു 500 മീറ്റർ റേഞ്ചിൽ പറക്കും. നമ്മുടെ ഇന്ത്യയിൽ 120 മീറ്ററിൻ്റെ മേലേക്ക് പറന്നാൽ രക്ഷപ്പെട്ടു. ഞാൻ എടുക്കും, ധൈര്യമായിട്ട് എടുക്കും. ബാറ്ററി ലൈഫിൽ ഇച്ചിരി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം എൻ്റെ കയ്യിൽ ഹാൻഡ്സ് ഓൺ ഫീൽ കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല, നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാൻ പറ്റില്ല. പൈസ കൊടുത്ത് മേടിച്ചതിന് ശേഷം ഞാൻ മേടിക്കും. ലാസ്റ്റ് ഉപയോഗിച്ചത് മിനിയാണ്, മാവിക് മിനി അല്ല, സാധാ മിനിയാണ് യൂസ് ചെയ്തത്. DJI മിനിയാണ് യൂസ് ചെയ്തത്. അത് 2.7K റെസൊല്യൂഷനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡ്രോണാണ് മേടിച്ചത്. ഇപ്രാവശ്യം ഇത് 4K ആയതുകൊണ്ട് ഞാൻ എൻ്റെ സിസ്റ്റം കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാനുണ്ട്. നിങ്ങളെ സപ്പോർട്ട് എനിക്കതിൽ വേണം. അതാണ് എനിക്ക് നിർബന്ധമായിട്ട് വേണ്ടത്. ഇങ്ങനെ നാട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ട്രയൽ ഔട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒമ്നി ഡയറക്ഷനും കൂടെ ആയതുകൊണ്ട് പറയാനില്ല, വേറെ ലെവൽ തന്നെ. പിന്നെ അത് മാത്രമല്ല, ഇത് ഇനി നിങ്ങൾ ബാക്ക് ലെവലിലേക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയർ ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ട്രാക്കിംഗ് ഓപ്ഷൻസും ഒക്കെ ഇവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ടോട്ടലി
പാക്കേജ് സാധനമാണ് ഇത് ലോഞ്ച് ചെയ്യാൻ പോണം. കണ്ണ് തള്ളി കണ്ടിട്ട് അതിൻ്റെ വീഡിയോകളും ഞാനിതിൽ ഷെയർ ചെയ്യാം, ഒന്ന് പോയിട്ട് കാണാം. ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ, എന്തൂസിയാസ്റ്റിക് ഉണ്ടെങ്കിൽ പോയിട്ട് പേടിക്കാം. ഇത് മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യും. ഏത് വലിയ വലിയ സാധനങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മാവിക് 4 പ്രോനൊന്നും ഞാൻ കമ്പയർ ചെയ്യില്ല. പക്ഷെ നമുക്ക് മാവിക്കിൻ്റെ 4 പ്രോ മാവിക് മിനി 4 പ്രോനെ റീപ്ലേസ് ചെയ്യാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മാവിക് മിനിനെ റീപ്ലേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ അവതാർ 2നെ റീപ്ലേസ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എനിക്ക് പറയാൻ പറ്റുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വേറെ സാധനം തന്നെയാണ്. അതിൽ ഈ ബൈഡയറക്ഷനിലൊന്നും അതിൻ്റെ ആവശ്യമില്ല. അത് അതിൻ്റെ ഒരു റേഞ്ച് ഉണ്ട്, ആ റേഞ്ചിൽ അത് പോകും. പക്ഷെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ മാവിക് മിനി 4 പ്രോനെ റീപ്ലേസ് ചെയ്യാനും മാവിക് മിനി ഫസ്റ്റ് ജനറേഷനെ റീപ്ലേസ് ചെയ്യാനും സാധ്യത കാണുന്നുണ്ട്. ആ ലെവലിലാണ് ഇങ്ങനെ ഇറങ്ങുന്നത്. കിട്ടാൻ എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ ഞാൻ പേടിച്ചിരിക്കും ഈ ഒരു സാധനം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.